ബഹിരാകാശത്ത് നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അടുക്കും ചിട്ടയിലുള്ള മറ്റൊരു ഗ്രഹം കാണാൻ പറ്റില്ല. അതാണ് നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാം എന്തൊരു സന്തുലിതമാണ്. ഈ സന്തുലിതമായ ഈ ഒരു സാഹചര്യത്തെ നമ്മളുടെ മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ട് എങ്ങാണ്ടില്ലാതായി കഴിഞ്ഞാൽ ഭാവി തലമുറക്ക് അവസാനം ജീവിക്കേണ്ടി ഒരു ബഹിരാകാശത്തായിരിക്കും. ഇപ്പോൾ ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് കാല് കുത്തിയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവരവിടെ എന്തൊരു ജീവിത ശൈലിയാണ് അനുവർത്തിച്ചത്. വലിയ കൊട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് മറ്റ് മൂലകങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കണം അവിടെ വെച്ച് നമ്മൾ കഴിക്കേണ്ടത്. മനസ്സിലായി? അതുകൊണ്ട് വാരി വലിച്ച് അങ്ങോട്ട് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിൽ നമ്മൾ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്മാർ ആരോഗ്യം കളിയാണ്. അതവിടെ നടക്കൂല. അവിടെ ഫ്രിഡ്ജില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫ്രീസ് ഡ്രൈഡ് ആയിട്ടാണ് ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ വാക്കം ഉപയോഗിച്ച് ഡ്രൈ ചെയ്ത ഭക്ഷണങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഭക്ഷണത്തെ വീണ്ടും വെള്ളം ചേർത്ത് അതിലേക്ക് ജലാംശം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന മെയിൻ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഡ്രൈഡ് ഫ്രൂട്ട്സ്, ടോർട്ടില്ലാസ്, റീഹൈഡ്രേറ്റഡ് സൂപ്പുകൾ. പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അവിടെ നിന്ന് ഒഴിവാക്കുക ചെയ്യുക. കാരണം എന്താണ്? അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്താവും? ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടുക്കി വെക്കാൻ പറ്റില്ല. അതിങ്ങനെ പാറി പാറി കളിച്ച് ഓരോ എക്യുപ്മെൻസിലോ അതിൻ്റെ യന്ത്രങ്ങളിലൊക്കെ പോയിട്ട് താറുമാറുണ്ടാക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉപ്പും പെപ്പറൊക്കെ അവിടെ എങ്ങനെ ഉപയോഗിക്കുക? അവിടെ സാൾട്ട് ഖരരൂപത്തിലല്ല ഉപയോഗിക്കുക, ലിക്വിഡ് രൂപത്തിലാണ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്ത് അവിടെയൊക്കെ പോയിട്ട് പൊട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ഒരു ശ്രദ്ധ ഈ ഭൂമിയിലും നമ്മൾ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബഹിരാകാശ സഞ്ചാരികളുടെ ഈ ഭക്ഷണ രീതിയും ജീവിതശൈലിയും എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം മൈക്രോ ഗ്രാവിറ്റിയാണ്. ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ എല്ലുകൾക്കും മസിലുകൾക്കൊക്കെ പെട്ടെന്ന് ക്ഷതം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഭൂമിയിൽ 30 മിനിറ്റാണ് വ്യായാമം ചെയ്തെങ്കിൽ അവിടെ 2 മണിക്കൂർ വ്യായാമം ചെയ്യും. ഒരു ഹാർനസ്സസ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രെഡ്മില്ല് വ്യായാമം ചെയ്യും. പിന്നെ റെസിസ്റ്റൻ്റ് ബാൻഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യും. പിന്നെ ഒരു സ്റ്റേഷനറി ബൈക്കിൽ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമം ചെയ്യും. തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ പുലർത്താത്തൊരു കാര്യമാണ് അച്ചടക്കം. പിന്നെ അഡാപ്റ്റബിലിറ്റി, ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ശീലങ്ങൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ഏത് രീതിയിലാണോ ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ച് പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തരാവാൻ പറ്റും.